ട്രിവാൻഡ്രം ജില്ലയിലെ നമ്മുടെ അടിമലത്തുറ ബീച്ചിലെ നമ്മുടെ എത്ര കൂട്ടുകാരാണ് വന്നിട്ടുള്ളത്? ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടുണ്ടോ? നമ്മൾ സാധാരണ വിചാരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ കോവളം, വർക്കല, അതുപോലെ വിഴിഞ്ഞം എന്നീ ബീച്ചുകളാണ് നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് അറിയാവുന്നത്. പക്ഷേ തീരദേശത്ത് ഒരുപാട് കൂട്ടുകാർക്ക് അറിയാത്ത ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ അടിമലത്തുറ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ കോവളം, വർക്കല അവിടെ ഉള്ളതുപോലെ തന്നെയാണ് ഒരു വലിയൊരു ബീച്ചാണ് കേട്ടോ ഇത്. പക്ഷെ ഒരുപാട് കൂട്ടുകാർക്ക് അറിയില്ല ഇത്. നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അടിമലത്തുറ വരണം കേട്ടോ. ഈ അടിമലത്തുറ ബീച്ചിൽ വരണം. ഇവിടെ ഗസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ. അതായത് വിദേശികളായിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മുടെ കോവളത്തുള്ളതുപോലെ തന്നെ കടലിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണക്കിനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. റെസ്റ്റ് എടുക്കാനുള്ള സംഭവങ്ങളുണ്ട്, അതുപോലെ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ സോമതീരം കേട്ടോ. അതായത് നമ്മുടെ മെയിൻ റോഡ് വന്നു കഴിഞ്ഞാൽ ചൊവ്വരയിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗസ്റ്റുകൾ ഈ പുറകിൽ കാണുന്ന ഈ സ്റ്റെപ്പ് വഴിയാണ് കടന്ന് നമ്മുടെ കടപ്പുറത്തോട്ട് വരുന്നത്. നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഒരു ക്ലോക്ക് ടവർ ഉണ്ടോ? അതായത് നമ്മുടെ സോമതീരമാണ് കേട്ടോ അത്. അപ്പോൾ അവരൊരു വലിയൊരു ക്ലോക്ക് ടവർ പോലുള്ള ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പുറകിലത്തെ ആ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ തീരദേശത്തുള്ള കൊച്ചുമക്കളാണ് കേട്ടോ. നാളത്തെ ഭാവി താരങ്ങളാണ് ഇവിടെയൊക്കെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധാരണ ഒരു പ്രൊഫഷണൽ ഗ്രൗണ്ട് പോലെ തന്നെയാണ് കേട്ടോ. പച്ച പുല്ലൊക്കെ വിരിച്ച് ഇവർ സെറ്റ് ചെയ്തതല്ല, ഇത് തനിയെ വളർന്ന് അതിനെയൊക്കെ ഇവർ ലെവൽ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവരൊക്കെ ഒരുപാട് ദൂരെയാണ് ഇവരുടെ വീടൊക്കെ വന്നിട്ട്. പക്ഷേ ഇവർ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഇവർ വരുന്നത്. കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എന്താ പേരൊക്കെ പറയാം, നിങ്ങളെ പേരൊക്കെ പറഞ്ഞു കൊടുക്കി. ആ ഉറക്കെ പറ. കാതറിൻ. ആ അയാള് മിറാനിയ. അയാള് ആ അത് എൽസ. സാറ. അയാള് ഏതൻ. ആ എല്ലാവരും ഒരു ബായ് പറ. എല്ലാവർക്കും ബായ് പറ നമ്മുടെ കൂട്ടുകാർക്ക്. ആ ടാറ്റ പറയുന്നുണ്ട് എല്ലാവരും. ഓക്കെ. ഇവർ ചോദിക്കുന്നത് സ്റ്റാറ്റസ് ഇടുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലെല്ലാം അങ്ങനെ വീഡിയോ വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കടൽക്കര എന്നുള്ള ചാനൽ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാൻ പറ്റും കേട്ടോ. അതെ, ഓക്കെ. ഇതാണ് നമ്മുടെ അടിമലത്തുറ കടപ്പുറ സൈഡിലിരിക്കുന്ന ചെറിയൊരു ചാപ്പൽ പോലുള്ള ഒരു സംഭവമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പയ്യന്മാർ വെള്ളം അടിക്കുന്നത് കാരണം അവർ ചെക്ക് ചെയ്താണ് അകത്തോട്ട് വിടുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അടിമലത്തുറ ഓഡിറ്റോറിയം. നമ്മൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ അടിമലത്തുറ പള്ളി കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ സോമതീരം. ഈ കാണുന്നുണ്ട് ഒരു ക്ലോക്ക് ടവർ കാണുന്നുണ്ട്. ഇത് നമ്മുടെ സോമതീരം. അതിൻ്റെ ആ ഒരു ബോർഡറും കാര്യമാണ് കേട്ടോ. ഇതെല്ലാം ചെറിയ ഉണ്ടോ, നമ്മുടെ ഗസ്റ്റുകളൊക്കെ താമസിക്കാനായിട്ടുള്ള ചെറിയ കുടിൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മലയുടെ മുകളിലാണ്. നമ്മൾ മെയിൻ റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചൊവ്വര എന്ന് പറയും കേട്ടോ. ആ ചൊവ്വരയിൽ കയറി കഴിഞ്ഞാൽ തൊട്ട് താഴെ റൈറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വരാൻ പറ്റും. ഇതാണ് യേശുവിൻ്റെ ഒരു സ്വരൂപമാണ് കേട്ടോ. ഇത് നമ്മുടെ ബീച്ചിൽ തന്നെ വെച്ചിരിക്കുന്നത്. കൂട്ടുകാരനാണ് കേട്ടോ ഇത് കാണുന്നത്, മിസ്റ്റർ അയ്യപ്പൻ. Every time you are the same people to speaking. Every time he wants. ഇത് പത്താ എങ്ങനെ ഹായ് പറ എല്ലാവർക്കും. എല്ലാവരും ഹായ്. അയാളെ പേരെന്താ ഗസ്റ്റിന്റെ? അയാളെ പേരെന്തോന്നു? പേരെന്താ മറന്നുപോയി പേര്. നീ കുടിക്കണം. പുള്ളിയുടെ പേര് വന്നിട്ട് ഡാറി ഒന്നാണ് കേട്ടോ. നിനക്കൊന്നു From Italy. Tu parli italiano? Italiano. I'm small vlogger. YouTuber. Yes. Okay. Capito? I'm blogger. Yes. So you can show this moment Yeah. in your blog. Fantastic. You join me? Okay, bye. Okay, bye. I'm visit there. Yes, bye Bye. to all of you. Okay. യേശുവിൻ്റെ ഒരു സ്വരൂപം ഇവിടെയും കാണാൻ പറ്റും. മാലാഖ അങ്ങനെ.
ഇതാണ് ശിലുവ മലയെന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്രോസ് എന്താ കുരിശ്